നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിൽ കലോത്സവത്തിന് തിരിതെളിഞ്ഞതോടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ NSSന്റെ ഫുഡ് സ്റ്റോളുകളും കലോത്സവ വേദികളിൽ സജീവമായി. ഐസ്ക്രീം, ചായ, പലഹാരങ്ങൾ, ഉപ്പിലിട്ട മാങ്ങയും മറ്റുമൊക്കെയാണ് ഇവിടെ കുട്ടികൾ വിൽപ്പന നടത്തുന്നത്. ഇതിലൂടെ കിട്ടുന്ന വരുമാനം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ ഉപയോഗപ്പെടുത്തുമെന്നാണ് NSS സംഘടനയുടെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 63ാം കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിനാണ് കൊട്ടാരക്കരയിൽ തുടക്കമായത്. ഇന്ന് തുടക്കം കുറിച്ച കലോത്സവം ഈ മാസം 30-ാം തീയതിയാണ് അവസാനിക്കുക. നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് നമ്മുടെ സ്കൂളിലാണ്, ബോയ്സിലാണ്. കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് നടക്കുന്നത്. അപ്പോൾ NSSന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫുഡ് സ്റ്റോളൊക്കെ ഇടുന്നുണ്ട്. ഇത് ഐസ്ക്രീമിൻ്റെ സ്റ്റോളാണ്. ഇവിടെ പല തരത്തിലുള്ള ഐസ്ക്രീമുകളുണ്ട്. പിന്നെ 20 രൂപയ്ക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം, 30 രൂപയ്ക്ക് 2 സ്കൂപ്പ്, പിന്നെ പലതരത്തിലുള്ള ഐസ്ക്രീമുകളുണ്ട്. അതുപോലെ നമ്മുടെ ചായ, അങ്ങനെ കടി ഐറ്റംസ്, പിന്നെ ഉപ്പിലിട്ടത്, അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ അത് വിജയകരമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വയനാടിന് വേണ്ടിയിട്ട് നമ്മൾ വീട് പണിഞ്ഞു കൊടുക്കാൻ, വീട് നിർമ്മിച്ച് കൊടുക്കാനാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. രാവിലെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോൾ ഇട്ടേക്കുന്ന നമ്മുടെ ഈ ഒരു NSSന്റെ കുറച്ച് കളക്ഷൻ ആയിട്ടൊക്കെയാണ് എല്ലായിടത്തും ചെയ്യുന്ന പോലെ ഇവിടെ സ്റ്റോൾ ഇട്ടേക്കുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ പിക്കിൾ ഐറ്റംസ്, പിന്നെ ഇലയട, അങ്ങനെ മാക്സിമം വീട്ടിലുണ്ടാക്കിയ ഐറ്റംസാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കച്ചവടം നല്ലോണം മുന്നേറുകയാണ്. എല്ലാം പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്നുണ്ട്.